മണലൂർ നിയോജക മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ടി.എൻ. പ്രതാപൻ 10 ഗ്യാരണ്ടിയും മണലൂരിനൊരു മാനിഫെസ്റ്റോയും പ്രഖ്യാപിച്ചു. നിയോജക മണ്ഡലത്തിലെ വ്യത്യസ്ത മേഖലകളിലുള്ള ജനവിഭാഗങ്ങൾ, ജനപ്രതിനിധികൾ, ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ എന്നിവരുമായി നടത്തിയ ആശയവിനിമയത്തിലൂടെയാണ് 10 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നത്. ഇതിനു പുറമെ മണലൂരിന് ഒരു മാനിഫെസ്റ്റോയും തയ്യാറാക്കിയിട്ടുണ്ട്. മണലൂരിൽ നിന്ന് നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ 10 മാസത്തിനുള്ളിൽ 10 ഗ്യാരണ്ടികൾക്കും തുടക്കം കുറിക്കുമെന്നും ടി.എൻ. പ്രതാപൻ പറഞ്ഞു. മദർ തെരേസ ഡയാലിസിസ് സെന്റർ പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സ്ഥാപനം, അർഹരായ രോഗികൾക്ക് സൗജന്യ നിരക്കിൽ മരുന്ന് നൽകുന്ന ഇന്ദിര ഫാർമസി, വിശപ്പില്ലാത്ത മണലൂർ എന്ന ആശയ സാക്ഷാത്കാരത്തിന് 10 രൂപ നിരക്കിൽ ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്ന ക്യാൻറ്റീനുകൾ, മണലൂർ മണ്ഡലത്തിലെ പ്രവാസികളുടെ സഹകരണത്തോടെ അഭ്യസ്ത വിദ്യരായ യുവതീ യുവാക്കൾക്ക് തൊഴിലവസരമൊരുക്കുന്ന പദ്ധതി, മണലൂരിലെ കാർഷിക വിളകൾ, കരകൗശല വസ്തുക്കൾ, മറ്റ് തനത് നിർമ്മിതികൾ ഉപയോഗപ്പെടുത്തി മണലൂർ ബ്രാൻഡ്, ഡോക്ടർ APJ അബ്ദുൽ കലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക് ലാബ്, വടനപ്പള്ളി ബീച്ച്, കനോലി കനാൽ തീരങ്ങൾ, കോൾ നിലങ്ങൾ എന്നിവയെ ബന്ധപ്പെടുത്തി നടപ്പിലാക്കുന്ന ഗ്രാമീണ ടൂറിസം പദ്ധതി, ഓരോ പഞ്ചായത്തിലും തൈക്കാട് മേഖലയിലും മണലൂരിൻ്റെ പൈതൃകം ലോക സമൂഹത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്ന കലാ, സാഹിത്യ, സാംസ്കാരിക, കാർഷിക ഫെസ്റ്റിവലുകൾ, പെരിങ്ങാട് പുഴയെയും തീരത്തെയും ആശ്രയിച്ച് ജീവിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ദോഷകരമായതും ഇടത് സർക്കാർ പ്രഖ്യാപിച്ചതുമായ റിസർവ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ റദ്ദാക്കൽ, മണലൂർ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നിവയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.